ഏത് മൂഡ് ഇവിടെ സ്വൈപ്പ് റൈറ്റ് വരുമ്പോൾ ഓണം മൂഡ് അല്ലെങ്കിൽ പപ്പടം മൂഡ്, അടുത്ത മേലോട്ട് ഏത് മൂഡ്, ലെഫ്റ്റ് മുണ്ട് മൂഡ്. സിനിമയിലുള്ള ഒരു ചെറിയ പോർഷന്റെ എക്സ്റ്റൻഡ് വേർഷൻ ആണ് ഈ പ്രൊമോ സോങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ചെറിയ ഓണം കണക്ഷൻസ് ഉണ്ട്, പക്ഷേ ഈ പാട്ടായിട്ട് വലിയ കണക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോ സോങ് മൊത്തത്തിൽ എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഡയറക്ടറിന്റെ സജഷൻസോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ സജഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പാട്ട് അടിപൊളിയായിരിക്കും, അത് കഴിഞ്ഞാൽ എന്റെ വീഡിയോ വരുമ്പോൾ വിഷ്വൽ അത് മീറ്റ് ചെയ്യാറില്ല. എനിക്ക് തോന്നാറുണ്ട് അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ. ഞാൻ എന്റെ 2 റിയാലിറ്റി ഷോ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന സമയത്താണ് ഡീഫോ ഡാൻസ് റിയാലിറ്റി ഷോ വരുന്നത്. റിയാലിറ്റി ഷോന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ ഓഡീഷൻ വന്നോട്ടെ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വരണ്ട, നീ വന്നാൽ എന്തായാലും സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ചേച്ചി അറിയാതെ ഓഡീഷന് പോയി അതിന്റെ കപ്പ് കൊണ്ട് വന്നത് എന്റെ സാഹസമായിരുന്നു ഡാൻസ്. ഞാൻ ബ്രഹ്മയുഗത്തിൽ ഒരു ചെറിയ പരിപാടി ചെയ്തിരുന്നു. ചാത്തൻ അതിനകത്ത് വരുന്ന പരിപാടിക്ക് ഡിസൈൻ ചെയ്തതും, അതുകൂടാതെ ആ യക്ഷിയുടെ കുറച്ച് പരിപാടിയൊക്കെ ഞാൻ ചെയ്തത്. ആ യക്ഷി എങ്ങനെ നടക്കുന്നു, യക്ഷി എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളത് തൊട്ട് യക്ഷി മമ്മൂക്ക് വന്ന് നിൽക്കുമ്പോൾ അവരുടെ ബിഹേവിയർ എന്താണെന്ന് വരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. ആ ഡാൻസ് ഫുൾ കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു. നമ്മളായിട്ട് പറഞ്ഞു ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ട്, ഷൈൻ വരും, അവൻ ഇഷ്ടമുള്ളത് ചെയ്യും, അവൻ ഇറങ്ങിപ്പോക്കോളും. ആ സീൻ ആക്ച്വലി സ്ക്രിപ്റ്റഡ് അല്ല. പുള്ളി വന്നു, നിങ്ങൾ കണ്ട കാര്യങ്ങൾ അവിടെ നടന്നു, പുള്ളി പോയി, ഒറ്റ ടേക്ക് ഓക്കെ. ആ പുള്ളി അപ്പോൾ ആ ടൈമിൽ ഇട്ട സ്റ്റെപ്പാണ് ഇപ്പോൾ വൈറലായിട്ടുള്ള നമ്മുടെ രതിപുഷ്പത്തിന്റെ ആ സ്റ്റെപ്പ്. ഡാൻസും സിനിമ ഇത് രണ്ടിലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയില്ലല്ലോ, പറയില്ലേ? ഇല്ല. ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കാൻ കാരണം ഡാൻസ് ആണ്, പക്ഷെ ഞാൻ അതൊക്കെ ചെയ്യാൻ കാരണം സിനിമയാണ്. ഓണം ഇങ്ങോട്ട് എത്തുന്നതിന് ഒരുപാട് മുന്നേ തന്നെ നമുക്കൊരു ഓണം വൈബ് ഇത്തവണ കിട്ടിയത് ഓണം മൂഡ് ട്രാക്കിലോട് കൂടിയിട്ടാണ്. ദേ ആ ട്രാക്ക് നമുക്ക് സമ്മാനിച്ച കൂട്ടത്തിലെ ഒരാളിപ്പോൾ എൻ്റെ കൂടെ ക്ലബ് എഫ് എമ്മിലുണ്ട്. റംസാൻ, യെസ്, വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു. വളരെ ചെറുപ്പം തൊട്ടേ റംസാനെ കണ്ട് റംസാനെ വീട്ടിലൊരു കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ചെറുപ്പത്തിൽ ഡാൻസ് റിയാലിറ്റി ഷോ ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര സുപരിചിതനാണ്. ആൻഡ് ഇപ്പോൾ സിനിമയിൽ ഭയങ്കര കാര്യമായിട്ട് ആക്റ്റീവായി തുടങ്ങി. ഇപ്പോൾ കറന്റ് റംസാന്റെ ഒരു മൂഡ് എന്താണ്? ഞാനിപ്പോ വന്നൊരിക്കൽ പറയായിരുന്നു, കുറച്ച് ടെൻഷൻ മൂഡാണ് ഇപ്പോ. കാരണം സിനിമയുടെ റിലീസിങ് അടുക്കും തോറും നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അവസാനം എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് വലിയ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് അവർക്ക് എന്താണ് തോന്നുന്നത് അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ അത് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നത്തെ ദിവസം എല്ലാം നന്നായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിനിമ നല്ല രീതിയിൽ ഓടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതല്ലാണ്ട് അപ്പുറത്തോട്ട് വേറെ ഒരു മൂഡ് ഇപ്പം ഇല്ല. ഒരു ടെൻഷൻ മൂഡിലാണ് പറയണത് അല്ലേ? ഈ ഒരു ഓണം മൂഡിന്റെ പാട്ട്, ആ ഒരു ഐഡിയ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ സമയത്ത് ഇപ്പം അതിന്റെ കൊറിയോഗ്രാഫിയും എല്ലാം ഡിറക്ഷനും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അപ്പം തന്നിട്ടുള്ള ഒരു ഇൻപുട്സ് എന്തൊക്കെയായിരുന്നു? നമുക്ക് എങ്ങനെ വേണം, ഇതെങ്ങനെയാണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോണേ, എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ആക്ച്വലി ഇത് സിനിമയിലുള്ള ഒരു ചെറിയ പോർഷന്റെ എക്സ്റ്റൻഡ് വേർഷൻ ആണ് ഈ പ്രൊമോ സോങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഓണത്തിന് റിലേറ്റഡ് ആണ് സോങ്. സിനിമയിൽ ചെറിയ ഓണം കണക്ഷൻസ് ഉണ്ട്, പക്ഷേ ഈ പാട്ടായിട്ട് വലിയ കണക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോ സോങ് മൊത്തത്തിൽ എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഡയറക്ടറിന്റെ സജഷൻസോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ സജഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് നീ ചെയ്തോ. പക്ഷേ ആകെയുള്ള പരിപാടി നമുക്ക് 2 ദിവസം കൊണ്ട് പരിപാടി തീർക്കണം. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഡേറ്റ് അവൈലബിൾ ആവാൻ ഇത്തിരി പണിയായിരുന്നു. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾ ആ പാട്ട് നോക്കിയാൽ അറിയാം, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ അവരുടെ എല്ലാവരും ഡേറ്റ്സ് ഒരുമിച്ച് സിനിമയ്ക്ക് വേണ്ടി സ്കെഡ്യൂൾ ചെയ്ത പോലെ പിന്നെയും സ്കെഡ്യൂൾ ചെയ്യേണ്ടി വന്ന ഒരു പ്രൊമോ സോങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അത് ഇത്തിരി ടാസ്ക് ആയിരുന്നു. പിന്നെ ഉള്ളൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊക്കെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പോൾ അവരെ വെറുതെ കൊണ്ട് നിർത്തരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടായിരുന്നു ഈ സോങ്ങിന്റെ ഫസ്റ്റ് ഒരു സ്കെൽട്ടൺ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അവിടുന്ന് പയ്യെ ഹുക്ക് സ്റ്റെപ്പ് ഇട്ടു. പിന്നെ അവിടുന്ന് പയ്യെ മനസ്സിലായി ഓക്കെ പാട്ട് എന്തായാലും ആൾക്കാർ കേൾക്കും, അങ്ങനത്തെ ഒരു സോങ് ആണ്. ഒന്നാമത് ബിബിൻ ചേട്ടന്റെ മ്യൂസിക്കിൽ വിനായകേട്ടന്റെ വരികളാണ് പോയിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്കൊരു കേട്ടപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിഷ്വൽ മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇനിയിപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പാട്ട് അടിപൊളിയായിരിക്കും, അത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ വരുമ്പോൾ വിഷ്വൽ അത് മീറ്റ് ചെയ്യാറില്ല. എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് വരരുതെന്നൊരു അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ. ചില പാട്ടുകൾ നമുക്ക് കേട്ടാൽ മതി, കാണണ്ടാന്ന് തോന്നും, പക്ഷെ ഈ പാട്ടിൽ ആ ഫീല് കിട്ടരുതെന്നുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഓരോ ഏത് മൂഡ്, പപ്പടം മൂഡ്, മുണ്ട് മൂഡ്, സാരി മൂഡ്, അപ്പൊ അങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷനോട് ചേരുന്ന എന്നാ അതിൽ നിന്ന് മാറിയിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ ഒരു പൊതിയായിട്ട് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നുണ്ട്. അത് എന്താണ് ഏതാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അത് ഓഗസ്റ്റ് 8 പോയി കാണണം. അപ്പോൾ ഈ ഒരു പാട്ടിൽ പ്രത്യേകത ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഒരുപാട് ആക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നു. ഇപ്പൊ നരേനെ ആണെങ്കിൽ വിനായകനെ പാട്ടിൽ കാണുമ്പോഴേ നമുക്കതൊക്കെ ഒരു അത്ഭുതമാണ്. അപ്പൊ ഇത് ആക്ച്വലി ആദ്യമേ ഡയറക്ടറുടെ ഒരു ഐഡിയ ആയിരുന്നു, അല്ലെങ്കിൽ ആസ് എ കൊറിയോഗ്രാഫർ റംസാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞിരുന്നു ഇത് സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്ന സോങ് അല്ല, പ്രൊമോ സോങ് ആണ്. സോ നമുക്ക് ഇവിടെ എന്തും ചിന്തിക്കാം. പാട്ട് പാടുന്ന ആളെ കൊണ്ടുവരാം, വരികൾ എഴുതുന്ന ആളെ കൊണ്ടുവരാം. ഇതൊന്നുമല്ല, അതിനകത്ത് ആക്ച്വലി ഡയറക്ടർ വരെ ഉണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്.
കാരണം നമ്മുടെ ഡയറക്ടർ ബിബിൻ ചേട്ടൻ്റെ ഫേസ് എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ അല്ല. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ, 21 ഗ്രാംസ് എന്ന് പറയുന്ന ഒരു മൂവി. സോ ആഫ്റ്റർ ദാറ്റ് പുള്ളിയുടെ രണ്ടാമത്തെ പടമാണ്. സദ്യ മൂഡ് പറയുന്നത് പുള്ളിയാണ്, ഫസ്റ്റ് പായസം ഇളക്കുന്നത് പുള്ളിയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് പറയുക ചെയ്തത്, നിങ്ങൾ പായസം ഇളക്കണം, ഇത് എൻ്റെ കയ്യിലാണ്, നിങ്ങളല്ല ഡയറക്റ്റ് ചെയ്യുന്നത്, ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ എല്ലാവരും വെച്ചിട്ടുള്ള സാധനമായിരുന്നു. ഇനിയും എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു കുറച്ചുകൂടി പരിപാടി, പക്ഷേ നമുക്ക് ദിവസങ്ങൾ കുറവായതുകൊണ്ട് നമ്മുടെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എന്നെ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അമൃത് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കോളേജ് സീനിയറാണ്. പിന്നെ അവിടുന്ന് കണക്ഷൻ കിട്ടി ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈമിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ 2 ദിവസം കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ആ ഓണം ഞങ്ങൾക്ക് കൂടി ഇഷ്ടമായതുള്ളതാണ്. ഇതിലിപ്പോ ഏകദേശം ഒരേ വൈബുള്ള കുറെ ആൾക്കാരുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു പ്രത്യേകത സാഹസം മൂവിക്ക്. തീർച്ചയായിട്ടും മറ്റൊക്കെ കുറെ സീനിയേഴ്സിന്റെ കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ആ വൈബൊക്കെ? ബേസിക്കലി ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഒരു ബ്രേക്കിന് ശേഷം ചെയ്തത് ഭീഷ്മപർവമാണ്. ഭീഷ്മപർവത്തിൽ അമലേട്ടൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും എനിക്ക് ധൈര്യമില്ല. പക്ഷേ എന്നാലും അമലേട്ടൻ നമ്മൾ കംഫർട്ട് ആക്കുന്ന രീതി വെച്ചിട്ട് ഇറ്റ്സ് ടോട്ടലി ഫൈൻ. എന്നാലും ഞാൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബാക്കിലായിരിക്കും നിൽക്കുക എന്തിലും. പക്ഷേ അമലേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ആഷിഖേട്ടൻ്റെ അടുത്ത് നിന്ന് കുറേ പഠിക്കാൻ പറ്റി. ഒരു 30 ദിവസത്തോളം നമ്മൾ ഒരുമിച്ച് ഒരേ ദിവസം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വേറെയാണ്. അത് കഴിഞ്ഞ് ജിത്തു അഷ്റഫ്, മാർട്ടിൻ ചേട്ടൻ്റെ ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ. സോ ഇവരൊക്കെ സീനിയേഴ്സാണ്. നമ്മൾ കുറച്ച് ഞാൻ എങ്ങനെ പോലും ഞാനൊരു 2 സ്റ്റെപ്പ് ബാക്കിൽ നിന്നിട്ടാണ് സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് പറയാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും. പക്ഷേ ഇവിടെ അതായിരുന്നില്ല. ഇവിടെ എൻ്റെ കൂടെ ശബരീഷ്, ജീവ, ഇങ്ങനെയുള്ള കുറച്ച് പേരായിരുന്നു എൻ്റെ കൂടെ അഭിനയിക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആക്ച്വലി വിചാരിച്ചതോ ഇനി നരയൻ ചേട്ടൻ വിക്രമൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സീനിയർ ആയല്ലോ, പുള്ളിയായിരുന്നു ഏറ്റവും ജൂനിയർ. അപ്പം ഭയങ്കര കംഫർട്ടായിരുന്നു. നരയൻ ചേട്ടനാണെങ്കിലും ബാബു ആൻ്റണി ചേട്ടനാണെങ്കിലും ഇവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ നിന്ന്, ഇൻക്ലൂഡിങ് ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ നമ്മുടെ കൂടെ തന്നെയായിരുന്നു ഫുൾ ടൈം. അല്ലാതെ പ്രൊഡ്യൂസറാണ് ക്യാരവനിലിരിക്കാം അല്ലെങ്കിൽ മാറി അവിടെ പോയിരിക്കാം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ പ്രൊഡ്യൂസർ ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും. പിന്നെ ഇത് ഒന്നും കൂടാതെ നമ്മുടെ ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാവരും. അല്ലാതെ ഒരു വേർതിരിവ് പരിപാടിയൊന്നും ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഇതിപ്പോൾ റംസാൻ ഡാൻസർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ബാബു ആൻ്റണി ചേട്ടനെ കാണുമ്പോൾ ഫൈറ്റ് എന്നുള്ള ഒരു കാര്യം ഇതിലുണ്ടോ? അത് ബാബുചേട്ടൻ്റെ ഫൈറ്റ് ഉണ്ട്. ഉണ്ട് ബാബുചേട്ടൻ. അയ്യോ, അത് ഭയങ്കര രസമുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ബാബുച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കൂടെ വന്നിരിക്കാനും നമ്മുടെ കൂടെ സംസാരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു വ്യക്തിയാണ്. പുള്ളിയുടെ ഓരോ സീനും കാണുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാൻ കിട്ടും. ഇപ്പോൾ ഫൈറ്റ് ആണെങ്കിൽ പോലും ഫൈറ്റേഴ്സിന് വരെ ബാബുച്ചേട്ടനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഞാൻ പഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നീങ്ങണം, ഇല്ലെങ്കിൽ ഇടി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പുള്ളിയുടെ ഫൈറ്റ് സീക്വൻസ് കണ്ടിരിക്കാൻ നല്ല രസമാണ്. എക്സ്ട്രാ കുറച്ച് ആക്ഷൻസ് ഒക്കെ ഇടും കട്ട് പറഞ്ഞാലും. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ശരി, ഇനിയിപ്പോൾ നമുക്ക് സാഹസം റൗണ്ട് എന്ന് പറഞ്ഞിട്ട് റൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ജീവിതത്തിലെ കുറച്ച് സാഹസങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഡാൻസ്, കൊറിയോഗ്രാഫി, ഇത് രണ്ടും ആയിക്കോട്ടെ, ഡാൻസ് ചെയ്യുമ്പോഴായിക്കോട്ടെ കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴായിക്കോട്ടെ, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയൊരു സാഹസമായി തോന്നിയിട്ടുള്ള സംഭവം എന്താ? എനിക്ക് ഡാൻസിലാണെങ്കിൽ ഞാൻ എൻ്റെ 2 റിയാലിറ്റി ഷോ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന സമയത്താണ് D4 ഡാൻസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അങ്കിളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല, കാരണം 2 റിയാലിറ്റി ഷോ ഓൾറെഡി തോറ്റു, ഇനി വേറെ ആൾക്കാർ വന്ന് തോറ്റോട്ടെ, അതിൻ്റെ കൂടെ തോക്കാൻ ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഞാൻ നമ്മുടെ റിയാലിറ്റി ഷോൻ്റെ ഡയറക്ടർ ഉണ്ട്, പ്രൊഡ്യൂസർ, ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ ഓഡീഷൻ വന്നോട്ടെ, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി, ഇഷ്ടമാണെങ്കിൽ മാത്രം, ഡാൻസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സെലക്ട് ചെയ്താൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വരണ്ട, കാരണം ഓൾറെഡി ന്യൂ ഫേസസിനെയാണ് നമ്മൾ നോക്കുന്നത്, നീ വന്നാൽ എന്തായാലും സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. സോ അവിടെ നിന്ന് ചേച്ചി അറിയാതെ ഓഡീഷന് പോയി അതിൻ്റെ കപ്പ് കൊണ്ട് വന്നത് എൻ്റെ സാഹസമായിരുന്നു ഡാൻസിൽ. പിന്നെ അതുപോലെ കൊറിയോഗ്രാഫിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ കുറേ കൊറിയോഗ്രാഫീസ് ചെയ്യാറുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാൻ ബ്രഹ്മയുഗത്തിൽ ഒരു ചെറിയ പരിപാടി ചെയ്തിരുന്നു. രാഹുലേട്ടൻ ഡയറക്റ്റ് ചെയ്ത, മമ്മൂക്ക അഭിനയിച്ച ബ്രഹ്മയുഗത്തിൽ ഞാനൊരു ചാത്തൻ അതിനകത്ത് വരുന്ന പരിപാടിയൊക്കെ ഡിസൈൻ ചെയ്തതും, അതുകൂടാതെ യക്ഷിയുടെ കുറച്ച് പരിപാടിയൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു സാഹസമല്ലായിരുന്നു, അതെനിക്കൊരു എന്താ പറയുക, ഒരു ബോണസ് ആയിരുന്നു. കാരണം മോർ ദാൻ കൊറിയോഗ്രാഫിങ് എ ഡാൻസ്, കൊറിയോഗ്രാഫിങ് എ ബോഡി ലാംഗ്വേജ് ഇസ് ആക്ച്വലി ഗുഡ്. ആ യക്ഷി എങ്ങനെ നടക്കുന്നു, യക്ഷി എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളത് തൊട്ട് യക്ഷിയും മമ്മൂക്ക വന്ന് നിൽക്കുമ്പോൾ അവരുടെ ബിഹേവിയർ എന്താണെന്ന് വരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് സാഹസമല്ല. സാഹസം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും സാഹസം കാണിക്കുന്നതായിരിക്കാം കൊറിയോഗ്രാഫിക്കലി. അത് ശരി. ആക്ടിങ്ങിലെ ഒരു സാഹസം ഇതുവരെ വന്നിട്ടുള്ള ജേർണിയിൽ ഇതൊരു ഒത്തിരി പാടായിരുന്നു, ഭയങ്കര സാഹസം തന്നെയായിരുന്നു തോന്നിയിട്ടുള്ള എന്തെങ്കിലും സീക്വൻസ് ഉണ്ടോ? എനിക്ക് കൂടുതൽ ടെൻഷനാണ് വരാറ്, അല്ലാതെ ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇത് ചെയ്താൽ ഡയറക്ടർ ഓക്കെ ആണോ എന്നുള്ള കൺസേൺസ് ആണ് എനിക്ക് കൂടുതൽ വരാറ്.
പക്ഷേ സാഹസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എന്നെ കൊല്ലുന്ന സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ചേട്ടൻ വന്ന് നേരെ എൻ്റെ നെഞ്ചത്ത് ചവിട്ടുമേൻ വീഴുന്നൊരു സീക്വൻസ് ഉണ്ട്. 9 ടേക്ക് പോയി, അത് 9 തവണ എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. അപ്പോൾ മേക്കപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പച്ച കളർ ചതഞ്ഞ പോലെ പാടൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 ടേക്ക് കഴിഞ്ഞപ്പോൾ അവർക്ക് ആംഗിൾ മാറ്റണമായിരുന്നു. എന്നെ വീണത് കിട്ടണം, ചവിട്ടണ കിട്ടണം, എല്ലാം കിട്ടണതുകൊണ്ട് ടച്ചപ്പ് വന്നു. മേക്കപ്പ് ചെയ്യുന്ന ആൾ വന്ന് ഇവിടെ ഇങ്ങനെ അത് തുടച്ചിട്ട് പുതിയതിടാന്ന് പറഞ്ഞു. ഇത് തുടച്ചിട്ട് പോകുന്നില്ല ലാസ്റ്റ്. ഒരു 4 ടേക്ക് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചേട്ടാ അത് മേക്കപ്പ് അല്ല, വിട്ടേരെ, ഒറിജിനലായിട്ട് കിട്ടി. അപ്പോൾ ഇത് സാഹസമൊന്നുമല്ല, പക്ഷേ സാഹസം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇത് ഞാൻ വെറുതെ ഇരുന്നാൽ മതി, എന്നെ ഒന്ന് ചവിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് സാഹസമായിരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കുറേ കാലം മുന്നോട്ട് പോയാലും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പടത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി രസം. ഈ യാത്രകൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഒരു സാഹസം, യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സാഹസം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാഹസിക യാത്ര കൈൻഡ് ഓഫ് യാത്രനൊക്കെ കൂടുതൽ എനിക്ക് അഡ്വഞ്ചർ പരിപാടികൾ കുറച്ചധികം താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊരു സാഹസം സ്കൈ ഡൈവിങ് ചെയ്തതാണ്. അത് വലിയ സാഹസമൊന്നുമല്ല. ഈ പറയുന്ന പോലെ ഞാൻ സാഹസമാക്കാൻ നോക്കി, പക്ഷെ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദരാഞ്ജലി സോങ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത് ഹിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ചാടുന്ന വഴിയിൽ ഡാൻസ് ചെയ്ത് സ്റ്റെപ്പ് ചെയ്ത് ചാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങളുടെ റൂൾസിനെതിരാണ്. പക്ഷേ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തൊരു കാര്യമാണ് സ്കൈ ഡൈവിങ്. ചിലരൊക്കെ ഭയങ്കര പേടിച്ച് ചാടുന്ന കാണാറുണ്ട്. പക്ഷെ എനിക്ക് അക്രോബാറ്റിക്സ് ഫ്ലിപ്സ് ഒക്കെ നമ്മൾ എയറിൽ ഇങ്ങനെ കുറച്ച് കൺട്രോൾ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഹെലികോപ്റ്ററിൽ കയറി നിന്നപ്പോൾ പെട്ടെന്ന് ചാടാനുള്ളൊരു എന്താ പറയുക ഒരു ത്വര അതാണ് തോന്നിയത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഫുഡിന്റെ കേസിൽ എപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചതിലോ കഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എന്തെങ്കിലും സാഹസികത കണ്ടോ? ഞാൻ ഓസ്ട്രേലിയ പോയപ്പോൾ സുഷി കഴിച്ചു. അത് വല്ലാത്തൊരു സാഹസമായിരുന്നു. ഞാനത് ഒമിറ്റ് ചെയ്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഒട്ടും ഇല്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടാത്തൊരു ഫുഡാണ് സുഷി. ഏതോ ഒരെണ്ണം അത് അവര് നമ്മള് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് പേര് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടി പോയിരുന്നു. അവർ എവിടുന്ന് ഓപ്പറ ഉണ്ടല്ലോ, ഓപ്പറ ഹൗസ് പരിപാടി അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി സുഷി ഓർഡർ ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ഭയങ്കര ബോറായിരുന്നു. അത്രയും സാഹസം എനിക്ക് എടുക്കണ്ടായിരുന്നു തോന്നിയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ കഴിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഡാൻസും അതിൻ്റെ ഒപ്പം തന്നെ സിനിമ, ഇത് രണ്ടിലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? ഞാൻ പറയില്ലല്ലോ. ഇല്ല, കാരണം ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കാൻ കാരണം ഡാൻസാണ്. എൻ്റെ സിനിമകൾക്ക് കാരണം ഡാൻസാണ്. സോ എനിക്ക് അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അതൊക്കെ ചെയ്യാൻ കാരണം സിനിമയാണ്. ഇപ്പുറ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ സിനിമ എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇപ്പോൾ സിനിമ ഓക്കെ ഒരു നല്ല ക്യാരക്ടർ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള എല്ലാവരും സിനിമ കാണുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിച്ചു പോകും. അപ്പം അങ്ങനെ പണ്ട് തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആളിപ്പോൾ സ്വയമായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു പരിപാടി. അതുകൊണ്ട് രണ്ടും മാറ്റാൻ പറ്റില്ല. റംസാന്റെ ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്, ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു റംസി എന്ന് പറഞ്ഞിട്ട്. സോ ഹൗ ഡു യു റേറ്റ് സ്വന്തം ഹാർഡ് വർക്കിനെ? എങ്ങനെയാണ് ഇപ്പോൾ അത് എന്ത് ഡ്രീം ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, സ്വന്തം ഹാർഡ് വർക്കിനെ എങ്ങനെ റേറ്റ് ചെയ്യും? ഇതെനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം സിനിമ നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തോ പ്രശ്നം ഉണ്ടെന്നാ. ഇത് സൂപ്പർ ഹിറ്റാണ് എന്ന് നമ്മൾ കൺഫേം പറഞ്ഞാൽ എൻ്റെ അഭിനയം കണ്ടില്ല എന്ത് രസമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന്, ആ ആൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ഹാർഡ് വർക്ക് എനിക്ക് തോന്നുന്നു ആ റിസൾട്ടിലൂടെ മറ്റുള്ളവർ പറയുന്നതാണ് അതിൻ്റെ റേറ്റിംഗ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, കാരണം ഞാൻ നല്ല പണിയെടുക്കുന്നുണ്ട്. ഇത് പക്ഷേ ഞാനിങ്ങനെ എൻ്റെ മൊബൈലിൽ ഇരുന്നിട്ട് ഞാൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും അല്ലെങ്കിൽ ഈ ഡാൻസ് സൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഹാർഡ് വർക്കും അതിൻ്റെ എല്ലാം അറ്റ് ദ എൻഡ് ആ റിസൾട്ടിൽ പേ ഓഫ് ആവട്ടെ. ആ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ട് ഒരു ഡേ ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് അതൊരു ഇപ്പോൾ ഷെഡ്യൂൾ? ഷൂട്ടുള്ള ദിവസമാണെങ്കിലൊക്കെ എങ്ങനെയാണ് പോണത്? ഷൂട്ടുള്ള ദിവസമാണ് ഏറ്റവും ഫ്രീ. ഷൂട്ടുള്ള ദിവസം രാവിലെ എണീക്കുക, വണ്ടി കയറി ഇരിക്കുക, പോവുക, പരിപാടി എന്താണോ അത് കഴിഞ്ഞ് തിരിച്ച് വരെ കിടന്നുറങ്ങുക. സിമ്പിൾ പരിപാടിയാണ്. അതല്ലാത്ത ദിവസങ്ങളിലാണ് എനിക്ക് അപ്ഡേഷൻ പരിപാടി. ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കൊളാബറേഷൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് സെക്ഷൻസ്, ചിലപ്പോൾ കൊറിയോഗ്രാഫി, ചിലപ്പോൾ ഇതൊന്നും അല്ലാണ്ട് മ്യൂസിക് എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഒരു പാക്കേജ് ആയിരിക്കും. അപ്പോൾ ഷൂട്ടിങ്ങിന് ഇതൊന്നും ഞാൻ തലയിൽ ഏറ്റെടുത്ത് വെക്കാറില്ല. ഇതെല്ലാം ഫ്രീ ആക്കിയിട്ട് ഞാൻ ഷൂട്ടിന് പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാക്ഡ് ആയിട്ടിരിക്കുന്ന സമയം ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമാണ് ആയിരിക്കും.
ഓഫ് കോഴ്സ്. കാരണം ഒരു സ്റ്റേജ് പെർഫോമൻസിനൊക്കെ ഇപ്പോൾ നമ്മൾ ദുബായിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്യാറ്. അപ്പം അവിടുത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് മുന്നേ പോകണം, ഗ്രൂപ്പിനെ കൊറിയോഗ്രാഫി ചെയ്യണം, സോങ് എഡിറ്റ് ചെയ്യണം, കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണം, സ്റ്റേജ് റിഹേഴ്സൽ ചെയ്യണം, പെർഫോം ചെയ്യണം, തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെ എന്താ ബാക്കി പണിയെന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ രസമാണ് ഇതൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് ആ ഒരു ടൈമൊക്കെയാണ് പാക്ഡ് ആയിട്ട് തോന്നാറ്, കൂടുതൽ ഹെക്ടിക് ആയിട്ട് തോന്നാറ്. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഈ ഫോട്ടോസ് കാണിക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതെൻ്റെ സ്റ്റോറിയാണല്ലോ, സ്റ്റോറി പോസ്റ്റ് എന്താണ് കട്ടതാ. ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചാക്കോച്ചനെ ഇടിച്ച് കൊല്ലുന്ന സീനിൻ്റെ ക്ലൈമാക്സിലെടുത്ത ഫോട്ടോ ആണ് ഞാൻ. അത് ഇതിലെനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. കാരണം അതിൽ ഒരു ലാപ്ടോപ്പ് അടിച്ചിട്ട് ആ ലാപ്ടോപ്പ് എടുത്തിട്ടാണ് എൻ്റെ തലക്കിട്ട് ആദ്യം അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഡമ്മി വരുന്നു, ഡമ്മി എടുത്ത് വെക്കുന്നു. അപ്പോൾ ഡമ്മി നോക്കിയപ്പോൾ ലാപ്ടോപ്പിനേക്കാൾ വെയിറ്റ്. അപ്പോൾ ഇത് വെച്ച് തല്ലാൻ പറ്റില്ല. ചാക്കോച്ചൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് വെച്ച് തല്ലി അവൻ്റെ തല വേനെടുക്കും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഡമ്മി ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ ഇനി സമയം എടുക്കും. അപ്പം ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ തലയിൽ നിന്ന് തട്ടി നോക്കി. അപ്പോൾ ചാക്കോച്ച കുഴപ്പമില്ല. അപ്പോൾ ചാക്കോച്ചൻ നീ വേണ്ട മര്യാദക്കരി, ചിലപ്പോൾ എൻ്റെ ഒരു ചോരത്തിളപ്പിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞായിരിക്കാം ഇത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചാക്കോച്ചൻ്റെ അടുത്ത് ഇങ്ങനെ അടിച്ച് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ തലയിൽ നിന്ന് തട്ടിയിട്ട് ഇതിന് വേദനയില്ല, വെയിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും പുള്ളിക്കുള്ളൊരു കൺസേൺ അല്ലെങ്കിൽ പുള്ളി നോക്കുന്ന രീതി, ഇപ്പോൾ ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ വേദന എടുത്തോ, ആ ഒരു കൺസേൺസും കാര്യങ്ങളൊക്കെ എല്ലാ ആക്ടറും ചെയ്യണമെന്നൊന്നുമില്ല. കഴിഞ്ഞാൽ നീ ഓക്കെ അല്ലേ, അത്രയും മതി. ഇത് തോളത്ത് കൈയിട്ട് നമ്മുടെ കൂടെ നമ്മളെ കംഫർട്ട് ആക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് ചാക്കോച്ചനിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതെനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അത് ശരി. ക്യൂട്ട് റംസാൻ അല്ലെങ്കിൽ അത്രയും ചെറുപ്പത്തിൽ റംസാനെ കണ്ടവർക്ക് ഇന്ന് ദേഷ്യം റംസാനോട് ആദ്യം തോന്നിയിട്ടുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലായിരിക്കും. അതിൽ ആ ഒരു പബ്ലിക് റോഡിലൂടെ ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ? എനിക്ക് തോന്നുന്നു അതാണ് ഞങ്ങൾ ആദ്യം എടുത്ത ഒരു പരിപാടി, എൻ്റെ ചാക്കോച്ചൻ്റെ. ഓക്കെ. അപ്പോൾ എടപ്പള്ളി നമ്മൾ സിഗ്നലിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് സിഗ്നലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സിഗ്നൽ എപ്പോൾ ബ്ലോക്ക് വരുന്നോ നമ്മൾ ആ സമയത്ത് ടേക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ചാക്കോച്ചനെ പോലുള്ളൊരു ആക്ടർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പം നമുക്ക് പല ആക്ടേഴ്സിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ടയർഡാവുക, അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും വിഷ്വലിൽ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് എന്നേക്കാൾ മുന്നേ ഓടി തോപ്പിക്കുക ആള്. അപ്പം ഒരു ടേക്കിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് ഓടിപ്പോയി. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഒളിമ്പിക്സിലേക്കൊന്നും പോകല്ലോ, പയ്യെ ഓടിയാൽ മതി. കാരണം എനിക്ക് ആ സമയത്ത് എൻ്റെ ക്യാരക്ടർ എന്നെ പോലീസ് പിടിക്കാൻ വരുന്നു, ഞാൻ ഓടുന്നു. മോർ ദാൻ ദാറ്റ് ആക്ടിങ് ടു ദ ക്യാമറ എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അതൊക്കെ പയ്യെ പഠിപ്പിച്ച് തരിക, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തരിക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ ഓട്ടം ഷൂട്ട് ചെയ്യുന്നത്. കാരണം കുറേ പേര് നോക്കി നിൽക്കുന്നുണ്ടായി. പിന്നെ ഇതുപോലെ ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുക, ആക്ഷൻ പറയേണ്ട, ചാക്കോച്ചൻ ബാക്കിൽ നിൽക്കുക, ഫീൽഡ് എല്ലാവരെയും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് ഇടയിൽ. അപ്പം ചാക്കോച്ചൻ അടിച്ചിട്ട ഫോട്ടോ എടുക്കല്ലേ, ഞാനും പറഞ്ഞിട്ട് ഇപ്പം ടേക്കാവും പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അപ്പാപ്പൻ വന്നിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് പുള്ളി അത് പോവാത്ത, എനിക്കാണെങ്കിൽ മറ്റേ ചാക്കോച്ചൻ ബാക്കിൽ നിൽക്കുന്നു, ഇപ്പോൾ ടേക്ക് വിളിക്കും. അപ്പോൾ ചാക്കോച്ചൻ വന്നിട്ട് ചേട്ടാ ഒന്ന് ഒരു ടേക്ക് എടുക്കാൻ പോവാ, ഫോട്ടോ എടുക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വെച്ചിട്ട് അയ്യോ ഇത് ഫോട്ടോ അല്ല വീഡിയോയാ, ചിരിച്ചോളാം. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം ടേക്കാവും, ഇപ്പം സിഗ്നൽ മാറും, ഇപ്പം ഞങ്ങൾക്ക് ഓടണം, ഇപ്പം പൊട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോഴാണ് പുള്ളി വന്ന് ഇത് പറഞ്ഞത്. അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ സിനിമയിൽ തന്നെയാണ് പിന്നെ ചാക്കോച്ചൻ പിന്നീട് അറിഞ്ഞത്, അതായത് ചാക്കോച്ചന് വേണ്ടി ബാലതാരമായിട്ട് അഭിനയിച്ചത് അല്ലേ? ആ പെർഫോമൻസുകൾ ഏതൊക്കെയായിരുന്നു? അത് 3 കിങ്സ്, ഡോക്ടർ ലവ്, അത് രണ്ടുമാണ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് കോമ്പിനേഷൻ സീനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നെ കാണാൻ ഇപ്പോൾ ഉള്ള പോലെ അല്ല അപ്പോൾ ഇരിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ ചാക്കോച്ചൻ അറിയില്ലായിരുന്നു, പക്ഷെ 2 സിനിമയിൽ ചെയ്തു. അതൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞപ്പോഴാണ് ചാക്കോച്ചൻ അറിഞ്ഞത്. നമുക്ക് അടുത്ത ഫോട്ടോ കാണാം. ഫോട്ടോ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. യെസ്, അത് ബ്രഹ്മയുഗം, ഓൾ ടൈം ഫേവറേറ്റ്. അത് എങ്ങനെ എന്നിലോട്ട് എത്തിയെന്ന് ഇപ്പോഴും എനിക്ക് വലിയ പിടുത്തമില്ല. കാരണം രാഹുലേട്ടൻ ഒരു ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടിടാ ഒരു പരിപാടി ഉണ്ട്, നീ ഒന്ന് വാ കാണാമെന്ന് പറഞ്ഞു ഡയറക്ടർ. അങ്ങനെ ഞാൻ പോകുന്നു. ഞാൻ പോയിട്ട് എൻ്റെ അടുത്ത് പറയുന്ന ഇതൊരു ഹൊറർ പടമാണ്, ഒരു യക്ഷിയുടെ പടമാണ്. അപ്പോൾ ആ യക്ഷിയുടെ നൃത്തം, യക്ഷിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു ആദ്യം, ഫോറസ്റ്റിലൂടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. യക്ഷിയുടെ ഡാൻസ് കണ്ട് ഒബ്സസ്ഡ് ആവണം അവിടെയുള്ള ക്യാരക്ടേഴ്സ് എന്നൊക്കെയുള്ള രീതിക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു. ലാസ്റ്റ് യക്ഷി വേറെ സ്ഥലത്ത് നിന്ന് എത്തുന്നു. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഞാനിത് ആലോചിച്ചു ഇത് എന്നിലോട്ട് വരാനുള്ള കാരണം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു സ്റ്റൈൽ ഓഫ് പെർഫോമൻസ്, കണ്ടംപററി, അത് ട്രീറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ആ പരിപാടി ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓക്കെ ഇത് ഇവനെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്നത്.
അങ്ങനെ ഫസ്റ്റ് സിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിങ്ങിലോട്ട് ഞങ്ങൾ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. അങ്ങനെ ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ചാലഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് എങ്ങനെ പോർട്രേ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ബാക്കി ഫുൾ ചലഞ്ച് രാഹുലിൻ്റെ ആണല്ലോ, കാരണം എൻ്റെ തൊള്ളി നിൽക്കുന്ന പരിപാടിയല്ലല്ലോ. അതും കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ പോർട്രേ ചെയ്ത് ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്മൾ സ്കെച്ച് ചെയ്തു. യക്ഷിയുടെ നടത്തം, യക്ഷിയുടെ പെർഫോമൻസ്, യക്ഷിയുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സിറ്റിംഗ് കൂടി ഇരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഡാൻസ് കുറച്ച് ഒഴിവാക്കാം, നമുക്ക് ഈ യക്ഷീനെ നോട്ടത്തിലും പരിപാടിയിലും പിടിക്കാം. കാരണം ആദ്യം ചെയ്തപ്പോൾ യക്ഷിക്ക് നല്ല കോസ്റ്റ്യൂംസ്, ഫുൾ ഓർണമെന്റ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം ടോപ്ലെസ് ആണ് യക്ഷി, മുടിയാണ് ഫുൾ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് ഡാൻസ് മൂവ്മെന്റ്സ് റിസ്ക് ആണ്. അപ്പോൾ ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ ഓക്കെ അങ്ങനെ പിടിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള പരിപാടിയിലോട്ട് എത്തി. പിന്നെയാണ് അറിയുന്നത് ഇതിൽ മമ്മൂക്കയാണ്. ലാസ്റ്റാണ് അറിഞ്ഞത്. കാരണം എൻ്റെ അടുത്ത് ചാത്തൻ്റെ കാര്യം ലാസ്റ്റാണ് പറയുന്നത്. എടാ ഇത് ഒരു ഡെഡ് ബോഡി ഉണ്ട്, അതിൽ നിന്ന് ചാത്തൻ ഇറങ്ങി വരും എന്നുള്ള സംഭവം പറയുന്നു. ഞാൻ ഓക്കെ പ്രശ്നമില്ല, ക്യാരക്ടർ മമ്മൂക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ യക്ഷിയുടെ പടം എന്ന് പറഞ്ഞതോ? യക്ഷിയുടെ പടം ആദ്യത്തെ 15 മിനിറ്റ്, പിന്നെ അങ്ങോട്ട് മമ്മൂക്കയുടെ പടമാണ്. അപ്പോൾ പിന്നെയാണ് ഇത് ഞാൻ എത്ര വലിയ പരിപാടിയിലാണ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സാധനം എനിക്ക് മനസ്സിലായത്. കാരണം ഫസ്റ്റ് റിസ്ക് ഇറ്റ്സ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി, സെക്കൻഡ് റിസ്ക് മമ്മൂക്ക നെഗറ്റീവ് റോളിൽ ഹീറോ ആയിട്ട് വരുന്ന ഒരു പരിപാടി. ഇതിലെല്ലാം നമ്മൾ ഒരു ഭാഗമാവുന്നു. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഒരു സാഹസമായിരുന്നു, ചെറിയൊരു മിനി സാഹസമായിരുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് നമുക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ ചെയ്തു പോയ ഒരു സംഭവമാണ്, സാഹസമാണ് ബ്രഹ്മയുഗം. അപ്പോൾ ആക്ച്വലി ആ ഫോട്ടോയിൽ, പർട്ടിക്കുലർലി ആ ഫോട്ടോയിൽ കാണുന്ന സീക്വൻസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇല്ല. എനിക്ക് മമ്മൂക്കയായിട്ട് ആ സീക്വൻസ് ഞാൻ ചെയ്യിപ്പിക്കേണ്ട സീക്വൻസ് ഉണ്ടെന്ന് എനിക്ക് വേറെ ഷൂട്ട് വന്നു. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റാണ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഇതിനകത്തൊരു എലമെൻ്റ് ഉണ്ട്, മമ്മൂക്ക ഭസ്മൊക്കെ തേച്ച് ഇങ്ങനെ ബാക്ക് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പരിപാടിയായിരുന്നു. അപ്പോൾ യക്ഷി റൂമിലോട്ട് വരുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ കൊടുത്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം ഇതായിരുന്നു. മമ്മൂക്ക ഭസ്മം തേച്ചിരിക്കുന്നു, യക്ഷി വരുന്നു എന്നുള്ള സാധനം എൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തപ്പോൾ ചേട്ടൻ വർക്കായി. ആടാ അവിടെ നമുക്ക് അങ്ങനെ പിടിക്കാം. ആ പർട്ടിക്കുലർലി ആ ഡേ എനിക്ക് ഷൂട്ട് വന്നു, ഞാൻ പോയി. എനിക്ക് മമ്മൂക്കാൻ്റെ കൂടെ അന്നത്തെ ഡേ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം മാത്രമേ ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. 1-2 പക്ഷേ നല്ല മിസ്സിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ പിന്നീട് അമ്മ ഷോയിൽ ഞാൻ ഡാൻസ് ഒരു പെർഫോമൻസിന് വേണ്ടി പോയപ്പോൾ ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനായിരുന്നു ബ്രഹ്മയുഗം. എനിക്കറിയാം ഞാൻ ആ സിനിമയിലെ നായകനെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കേ ഇനി ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നു. അപ്പം പക്ഷെ ഇതൊക്കെ ഇഷ്ടം കൊണ്ട് പറയുന്നതാണെന്ന് നമുക്കറിയാം. അപ്പം അതിനിപ്പോൾ ചെറിയൊരു കള്ളച്ചിരി ഇങ്ങനെ വന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ പെർഫോമൻസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ ഫോട്ടോയിലുള്ള ഏറ്റവും വലിയ മെമ്മറി. അപ്പോൾ അടുത്ത ഫോട്ടോ ഇത് ഭീഷ്മപർവ്വതത്തിൻ്റെ പ്രസ് മീറ്റിൻ്റെ ഡേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഞാൻ ചെയ്ത വേറൊരു സാഹസമായിരുന്നു ബിഗ് ബോസിൽ പോവുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എനിക്കും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ മനസ്സിനെ സ്വയം പഠിപ്പിച്ചാണ് ഞാൻ. കാരണം അപ്പോൾ കോവിഡ് ടൈമാണ്, നമുക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം എല്ലാം ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു റിയാലിറ്റി ഷോ വിച്ച് ഈസ് ലൈക്ക് വെരി പോപ്പുലർ ഇൻ കേരള ബട്ട് നോട്ട് ഓൾ ഇൻ കേരള, അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ഇതിൽ ചെന്നിട്ട് കുറച്ച് ഫിസിക്കൽ ടാസ്ക്, കുറച്ച് മെൻ്റൽ ടാസ്ക്, അത് കൂടാതെ എന്താണോ നമുക്ക് വേണ്ടത്, നമ്മൾ എന്താണോ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആക്ടിങ് ആണോ, നമുക്ക് ആ രീതിയിലൊന്ന് ഈ റിയാലിറ്റി ഷോ കണ്ടാലോ എന്നാലോചിച്ചിട്ട് ഞാൻ പോയൊരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ റിയാലിറ്റി ഷോയിൽ ഞാൻ എന്ത് ചെയ്തോ അത് സക്സസ് ആയതിൻ്റെ റിസൾട്ടാണ് ഭീഷ്മപർവ്വം. ബിഗ് ബോസ് ഇറങ്ങി, എന്നെ അൻവർ ഷെയ്ദ് കാബൂക്ക വിളിച്ചു, എടാ ഇങ്ങനെ ഒരു പടമുണ്ട് ഭീഷ്മപർവ്വം, ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്, ഞാൻ റിയാലിറ്റി ഷോ എപ്പോഴും കാണുമായിരുന്നു കേട്ടോ, ഞാൻ നിനക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാ. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ആദ്യം കിട്ടിയ പോസിറ്റിവിറ്റി, ഓക്കെ ഈ റിയാലിറ്റി ഷോ കൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യം, നല്ല കാര്യം ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പം ഈ പടം ചെയ്തു, ഭീഷ്മപർവ്വം ചെയ്തു. 2 ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മമ്മൂക്കായിട്ട് സീനില്ല, ഒന്നുമില്ല. പക്ഷേ ഈ പ്രസ് മീറ്റിൻ്റെ അന്ന് എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ സീറ്റുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആക്ച്വലി വൈറലായിരുന്നു, ഞാൻ മാത്രം സ്റ്റേജിലുണ്ടായിരുന്നില്ല. അപ്പോൾ സൗവിക്ക് ഇങ്ങനെ വിളിച്ചിട്ട് മമ്മൂക്ക പറയുന്നുണ്ട്, ഇതാണ് സിനിമയിലെ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, എന്തോ നടനോ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഭീഷ്മപർവ്വത്തിലെ മറ്റേ പാട്ടിറങ്ങി, രതിപുഷ്പം ഇറങ്ങി ഭയങ്കര ഹിറ്റ് അടിച്ചിരിക്കുന്ന സമയത്താണ് പ്രസ് മീറ്റ് നടക്കുന്നത്. മമ്മൂക്ക പെട്ടെന്ന് പറയുന്ന കാര്യവും അത് കഴിഞ്ഞ് ഇത് ലഞ്ചിന് ഇരുന്നതാണ്. അപ്പോൾ മമ്മൂക്ക ആക്ച്വലി റൂമിൽ ലഞ്ചുണ്ട് ഓൾറെഡി. പക്ഷെ ഞങ്ങളെല്ലാവരും ഇരുന്നപ്പോൾ മമ്മൂക്ക വിളിച്ചു, സൗബിക്കാനെ വിളിച്ചു, എവിടെയാ, താഴെ ലഞ്ചുണ്ട് കഴിക്കാമെന്ന് പറഞ്ഞു. എന്താ എന്നെ വിളിക്കാണ്ടിരുന്നേ,
എന്നുള്ള രീതി ചോദിക്കുന്നു. നമുക്ക് ഇറങ്ങി വരുന്നു, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ആൻഡ് ന്യൂഡിൽസ് ഓർഡർ ചെയ്യുന്നു, പെപ്സി ഓർഡർ ചെയ്യുന്നു. അപ്പം ഞാൻ ഈ മനുഷ്യന് ഡയറ്റ് ഒന്നും ഇല്ലേ, എല്ലായിടത്തും ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഡയറ്റാണ് അങ്ങനെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം കഴിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞ പോലെ എന്താണോ വേണ്ടത് അത് മതി. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയൊരു ദിവസവും ഭയങ്കര നമ്മൾ ഡ്രീമിൽ ജീവിക്കാന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മമ്മൂക്കാൻ്റെ കൂടെ അതത്ര എളുപ്പമല്ല. ഈവനിങ് സ്നാക്സ് കഴിക്കാനാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക, കാര്യങ്ങൾ ചോദിക്കുക, അതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ഈ ഒരു ബ്രേക്ക് ത്രൂ കൂടിയായിരുന്നു ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ സിനിമ അല്ലേ? അതിൽ ഷൈൻ ഡാൻസ് അങ്ങോട്ട് പഠിപ്പിച്ചോ ഇങ്ങോട്ട് പഠിപ്പിച്ചോ, എന്താണ് നടന്നതെന്ന് കേൾക്കണം. അവിടെ ഷൈൻ അറിയാലോ, അപ്പോൾ ആ ഡാൻസ് ഫുൾ കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു. അപ്പോൾ അമലേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ട്, ഷൈൻ വരും, അവനിഷ്ടമുള്ളത് ചെയ്യും, അവൻ ഇറങ്ങി പൊക്കോളും. ആ സീൻ ആക്ച്വലി സ്ക്രിപ്റ്റഡ് അല്ല, ആ പാട്ടിലുള്ള ആ സീൻ ആക്ച്വലി സ്ക്രിപ്റ്റഡ് അല്ല. പുള്ളി വന്നു, നിങ്ങൾ കണ്ട കാര്യങ്ങൾ അവിടെ നടന്നു, പുള്ളി പോയി, ഒറ്റ ടേക്ക് ഓക്കെ, അത്രേ ഉള്ളൂ. ആ പുള്ളി അപ്പോൾ ആ ടൈമിൽ ഇട്ട സ്റ്റെപ്പാണ് ഇപ്പോൾ വൈറലായിട്ടുള്ള നമ്മുടെ രതിപുഷ്പത്തിന്റെ ആ സ്റ്റെപ്പ്. യെസ് ദാറ്റ് വൺ അപ്പൊ ഇട്ടതാണ്, കൊറിയോഗ്രാഫിയിൽ ആഡ് ചെയ്തു. അപ്പൊ അതാണ് അവിടെ നടന്നത്. സോ ബേസിക്കലി ഇത് പണ്ട് പബ്ബിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യയിലേക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാർ ഡാൻസേഴ്സ് ചെയ്യുന്ന സ്റ്റെപ്സിൽ ഒന്നാണ് ഈ സ്റ്റെപ്പ്. ഗേൾസ് ചെയ്യുന്നതാണ്, ബോയ്സ് അധികം ചെയ്യാറില്ല. അപ്പൊ അത് പെട്ട് പുള്ളി എവിടെ പോയിട്ടാണെന്നൊന്നും എനിക്കറിയില്ല, കൊണ്ടുവന്നു, ഇവിടെ ഇട്ടു, അത് സക്സസ് ആയി. അപ്പോൾ ഹൂക്ക് സ്റ്റെപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഷൈനാണ്. അതെ, അത് ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. പക്ഷേ അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അത് കറക്റ്റ് ചെയ്തത് MMM എന്ന് പറയുന്ന തൃശ്ശൂരുള്ള ഡാൻസ് ക്ലാസ്സിലെ സുമേഷ് ജിഷ്ണു എന്ന് പറയുന്ന കൊറിയോഗ്രാഫേഴ്സ് ആണ്. അവരാണ് കൃത്യമായിട്ട് അതിന്റെ പ്ലേസ്മെന്റും കൊറിയോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. ഈ സാഹസ മൂവിയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവുക? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പടമാണ്. ഈ പടത്തിൽ റൊമാൻസ്, എൻ്റർടൈൻമെൻറ്റ്, ഡ്രാമ, ത്രില്ലർ എല്ലാം ഉൾപ്പെടുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബിപിൻ കൃഷ്ണ, നമ്മുടെ 21 ഗ്രാംസ് എന്ന ഒരു നല്ല മൂവിയുടെ ഡയറക്ടറാണ്. ഈ പടം ഞാൻ കമ്മിറ്റ് ചെയ്യാൻ കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൻ്റെ ഡയറക്ടറുമാണ്. സ്ക്രിപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരും ഭൂരിഭാഗം ആൾക്കാരും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ പടം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പടത്തിൽ ഞാനാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്നാവുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഫുൾ പാക്ഡ് ആയിരുന്നു, ഞാൻ ചെന്ന് എൻട്രി ചെയ്താൽ മതിയായിരുന്നു. അത്ര സിമ്പിളായിരുന്നു എനിക്ക് ഈ സിനിമയുടെ എൻട്രി. എന്നിലേക്ക് വന്ന സിനിമയാണ്. പക്ഷെ ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഓക്കെ ഇത് ചെയ്യാമെന്നുള്ളത്. ഇതിനകത്തുള്ള റിസ്ക് എലമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫേസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് എന്ന് നമ്മൾ പറയുന്ന ആരും ഈ സിനിമയിൽ വലിയൊരു സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ഫ്രണ്ട് ഓഫ് ദ ഫേസ് എന്നുള്ള രീതിയിൽ വരുന്നില്ല. ഫുള്ളി ഓൺ മേക്കേഴ്സ് പടമാണ്. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. August 8 തിയേറ്ററിൽ വന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. അതിപ്പോൾ മോശമായാലും നല്ലതായാലും അഭിപ്രായം പറയാം. എന്തൊക്കെയാണ് വരുന്ന പ്രോജക്ട്സ്? പറയാറായിട്ടില്ല, ഇല്ല, അനൗൺസ്മെന്റ് വരുന്നുള്ളൂ. പടങ്ങൾ ലിസ്റ്റിലുണ്ട്. ഈ വർഷം തന്നെ അടുത്ത പടങ്ങളുടെ അനൗൺസ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നതിനൊക്കെ മുമ്പ് എന്തായാലും അതിന്റെ സീനിയേഴ്സ്, അതിന്റെ ആളുകൾ ആ പടം അനൗൺസ് ചെയ്യട്ടെ. അടിപൊളി. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഏത് മൂഡെന്ന് ചോദിച്ചപ്പോൾ ടെൻഷൻ മൂഡ് എന്നാണ് നമ്മുടെ റംസാൻ പറഞ്ഞിരിക്കുന്നത്. റംസാന്റെ ടെൻഷൻ മൂഡ് നമ്മളാണ് മാറ്റി കൊടുക്കേണ്ടത്. ഹാപ്പി മൂഡ്, കൂൾ മൂഡിലേക്ക് August 8 ശേഷം എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.